ഹായ് ഓൾ. ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC റിലീസ് ചെയ്തിരിക്കുകയാണ്. ആൻസർ കീ അനുസരിച്ചുള്ള ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഇത് കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ K. വാസുദേവൻ പിള്ളയാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മി ബായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ 2ഉം 4ഉമാണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം. ഓപ്ഷൻ സി 1904. അടുത്ത ചോദ്യം, മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹിക സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിലാരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓപ്ഷൻ എ. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ബി. മുസിരിസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം മെർക്കുറി ബാരോമീറ്റർ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് ഏപ്രിൽ 22. പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഡി 2ഉം 4ഉം ശരിയാണ്. നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. എ. വികസിത് ഭാരതാണ്. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏത്? സി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ലോക വ്യാപാര സംഘടന. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി. ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബി ആണ് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ്. ഡി ആണ് ആൻസർ. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ബി. പ്രതിരോധം, ആണവോർജ്ജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഡി ആണ് പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തൽ. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് ലോക് ഭവൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 2 മാത്രം. 29 സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചെങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആയി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സി ആണ്. 1ഉം 2 എന്നിവ ശരിയാണ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിൽ ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ശ്രീ K. സോമപ്രസാദ്. പേശികളുടെ പ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം. എ. സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഡി. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? സി. മലേറിയ.
വിറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ബെർബറി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ സ്ഥാപിച്ച പദ്ധതി ഏത്? ബി. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. വ്യാസം 20 സെൻറ്റിമീറ്ററുള്ള ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഒരു കാരണവും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 41 കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം? ഓപ്ഷൻ എ ആണ് ബ്ലൂബേർഡ് 6. 42 N2+3H2 gives 2NH3. ഈ സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1 ഉം 3 ഉം. താഴെ പറയുന്നവയിൽ മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ ബി ആണ് Na2O അസിഡിക് എന്നുള്ളത്. 44 ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം? ഓപ്ഷൻ എ ആണ് മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകൾ ഉണ്ട്. 45 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഡൈഎഥിലിൻ ഗ്ലൈക്കോൾ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണ പണിക്കർ. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽ പെടുന്നു? തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെപ്പോൾ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം PR ശ്രീജേഷ്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് 1 ഉം 3 ഉം ശരി. ഇനി മാത്സ് ആണ്. 51 ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? ഓപ്ഷൻ ബി ആണ് 52. ആൻസർ വരുന്നത് ഡി ആണ് 53. ഓപ്ഷൻ എ. 54 ഓപ്ഷൻ ബി. 55 എ ആണ്. 56 ഓപ്ഷൻ സി. 28 57 ഓപ്ഷൻ ഡി. 58 സി. 59 ബി. 60 ഡി. മാത്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ചാനലിലുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. 61 ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് നെവർദലെസ്. നമ്മൾ മാത്സിൻ്റെ ആൻസർ കീ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീയും ഇംഗ്ലീഷ് മലയാളം മാത്സ് ആൻസർ കീ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. 82 ശിക്ഷാ തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൻ്റെ പേര്? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം, തവനൂർ, മലപ്പുറം. 84 ഭരണനിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? 3. 85 ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിക്കപ്പെടുന്നു അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കും? ഓപ്ഷൻ സി 6. 86 ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8(1)(a). 87 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഒക്ടോബർ 12, 2005. 88 ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. 89 ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. 90 വിവരാവകാശ നിയമപ്രകാരം ജീവൻ്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി 48 മണിക്കൂർ. 91 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1993. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന കരാർ ഏതാണ്? CRC. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളുണ്ട്? 30. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്.
അസ്തിത്വബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. സി ആണ് ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നത്. ഫ്രോയിഡിൻ്റെ സൈക്കോ ലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? സി ഫാലിക് ഘട്ടം. ജൈവിക അഭിപ്രേരണയെ പ്രധാനമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാണ് സി സോഷ്യൽ ഫോബിയ. അപ്പോൾ ഇത്രയാണ് ആൻസേഴ്സ്. എക്സാം എഴുതിയ എല്ലാവരും പ്രൊഫഷണൽ കീ അനുസരിച്ചുള്ള ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്സ് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക്